മികച്ച അഭിനേതാക്കളുടെ ചില പ്രകടനങ്ങളിൽ മതിമറക്കാതിരിക്കാൻ പ്രയാസമാണ്. അവരുടെ അത്ഭുതകരമായ കഴിവിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയില്ല. ഇത്രയും ശക്തമായ കഥാപാത്രങ്ങൾ എഴുതിയത് വെറും മനുഷ്യരാണെന്ന് ചിന്തിക്കാനും. തിലകനും സത്യനും കടലാസിൽ എഴുതിയതിനപ്പുറം നൽകാൻ കഴിവുള്ള നമ്മുടെ രണ്ട് മികച്ച അഭിനേതാക്കളാണ്. ഘോരമായ നിശബ്ദതകളാലും പവർ പാക്ക് ചെയ്ത ഡയലോഗുകളാലും അവർക്ക് നിങ്ങളെ അമ്പരപ്പിക്കാനാകും. സത്യൻ തന്റെ സ്വതസിദ്ധത, അനായാസ വോയിസ് മോഡുലേഷൻ എന്നിവയാൽ നമ്മെ വിസ്മയിപ്പിച്ചിരുന്നുവെങ്കിൽ തിലകന്റെ വൈദഗ്ധ്യവും സൂക്ഷ്മതയും വേദനിപ്പിക്കുന്ന കണ്ണുകൾക്ക് കാഴ്ചയാണ്. സജീവ നാടക കലാകാരനായിരുന്ന തിലകൻ സത്യനേക്കാൾ വളരെ വൈകിയാണ് സിനിമയിലെത്തിയത്. സത്യന്റെ മരണത്തിന് ശേഷമാണ് തിലകൻ എന്ന സുരേന്ദ്രനാഥ് തിലകൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. 6-ാം വയസ്സിൽ തന്നെ അഭിനയത്തിന്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമണ്ണിൽ പാലപ്പുറത്ത് TS കേശവന്റെയും ദേവിയാനിയുടെയും മകനായി 1935 ഡിസംബർ 8 ജനിച്ചു. ആശാൻ പള്ളിക്കൂടം, മണിക്കൽ, സെന്റ് ലൂയിസ് കാത്തലിക് സ്കൂൾ, 4-ാം വയൽ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1955 അഭിനയ ജീവിതം തുടരുന്നതിനായി കോളേജ് വിട്ടു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPSCയുടെ ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ ക്ഷേത്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PJ ആന്റണി രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PJ ആന്റണിയുടെ മരണശേഷം ആ നാടക ഗ്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. 1973 PJ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്ന പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് 1972 ഗന്ധർവക്ഷേത്രം എന്ന സിനിമയാണ്. 1 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള റോളായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. പിന്നീട് 1979 മുതലാണ് സിനിമയിൽ സജീവമായത്. PJ ആന്റണിയുടെ പെരിയാർ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യ അരങ്ങേറ്റമെങ്കിലും നിർഭാഗ്യവശാൽ ആ സിനിമയോ തിലകനോ ശ്രദ്ധിക്കപ്പെട്ടില്ല. KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയാണ് തിലകൻ എന്ന മഹാപ്രതിഭയെ ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് തിലകൻ കരസ്ഥമാക്കി. ശ്രദ്ധേയവും ഹ്രസ്വവുമായ നിരവധി വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും തിലകന്റെ കരിയറിലെ ഏറ്റവും മികച്ച മുന്നേറ്റം സിബി മലയലിന്റെ 1989 കിരീടം എന്ന മലയാള സിനിമയിലൂടെയായിരുന്നു. മോഹൻലാലിന്റെ അച്ഛനായുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ പ്രകടനമാണ് മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ശരിക്കും മാറ്റിയത്. ഇന്നും അദ്ദേഹം മോഹൻലാലിനോട് കിരീടം എന്ന സിനിമയിൽ ഹൃദയഭേദകരമായി പറയുന്ന ഡയലോഗ് ജനഹൃദയങ്ങൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ടതായി തുടരുന്നു. അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ വോയിസ് മോഡുലേഷനും ശരീരഭാഷയും സിനിമാ പ്രേമികളെ അമ്പരിപ്പിക്കുക മാത്രമല്ല മലയാള സിനിമയിൽ നടന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്തു. യവനിക എന്ന KG ജോർജ് സിനിമയ്ക്ക് അവാർഡ് നേടിയതിനു ശേഷം ഏറെ അവാർഡുകൾ തിലകനെ തേടിയെത്തി. 1990 പെരുന്തച്ചൻ, 1994 സന്താനഗോപാലം, ഗമനം എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ ആ വർഷങ്ങളിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് തിലകനെ അർഹനാക്കി. 2007 ഏകാന്തം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടി. 2009 രാജ്യം പത്മശ്രീ നൽകി തിലകനെ ആദരിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 2 തവണയാണ് തിലകന് ലഭിക്കാതെ പോയത്. 1986 ഇരകൾ, 1990 പെരുന്തച്ചൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് ഈ അവാർഡ് പരിഗണിക്കപ്പെട്ടിരുന്നത്. മലയാളത്തിൽ 300-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട തിലകനെ 1981 റിലീസായി കോലങ്ങളിലെ കള്ളുവർക്കി എന്ന കഥാപാത്രമാണ് കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്. യവനിക, ഗമനം, കാട്ടുകുതിര, ജാതകം, ഋതുഭേദം, പെരുന്തച്ചൻ, തനിയാവർത്തനം, സന്താനഗോപാലം, മൂന്നാം പക്കം, സ്ഫടികം, കിലുക്കം എന്നിവ തിലകന്റെ അഭിനയ പ്രതിഭ തെളിയിച്ച ചിത്രങ്ങളാണ്. 2010 താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട് ഏറെ നാൾ സംഘടനയിൽ നിന്ന് പുറത്തായിരുന്നു. ഇതിനെ തുടർന്ന് ചലച്ചിത്ര സംഘടനകൾ വിലക്കേർപ്പെടുത്തിയെങ്കിലും മഹാനടനെ അനുകൂലിച്ച് സാംസ്കാരിക നായകർ രംഗത്തെത്തി. ഈ വിഷയത്തിൽ ഏറെ ജനപിന്തുണയും ലഭ്യമായിരുന്ന തിലകൻ പിന്നീട് മിനി സ്ക്രീനിൽ സജീവമായെങ്കിലും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് വീണ്ടും അവസരങ്ങൾ തിലകനെ തേടിയെത്തി. ഒടുവിൽ വിവാദങ്ങൾ ഒഴിഞ്ഞ 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ ശക്തമായ വേഷം ചെയ്തു. 2012 അൻവർ റഷീദ് സംവിധാനം നിർവഹിച്ച ഉസ്താദ് ഹോട്ടലിലും മികച്ച വേഷമാണ് തിലകനെ കാത്തിരുന്നത്. തിലകന് തന്റെ സ്വകാര്യ ജീവിതത്തിൽ 2 ഭാര്യമാരായിരുന്നു. ആദ്യ ഭാര്യയായ ശാന്ത, അതിൽ മക്കളായ ഷമ്മി തിലകൻ, ശോഭി തിലകൻ, ഷാജി തിലകൻ.
രണ്ടാം ഭാര്യയായ സരോജം, അതിൽ മക്കൾ ഷിബു തിലകൻ, സോണിയ തിലകൻ, സോഫിയ തിലകൻ എന്നിവരാണ്. 2012 സെപ്റ്റംബർ 24 ആ മഹാപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞു. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ 2 ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടാതെ തിലകന് ന്യൂമോണിയയും ബാധിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ വെന്റിലേറ്ററിലായിരുന്നു. 3 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു നൽകിയ ഈ അപൂർവ പ്രതിഭയ്ക്ക് എന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ മരണമില്ലാതെ ജീവൻ തുടിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.